ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? കേണൽ GV രാജ. പൂർണ്ണമായ പേര് കേണൽ ഗോദവർമ്മ രാജ എന്നാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് കേണൽ GV രാജയാണ്. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കേണൽ ഗോദവർമ്മ രാജ തന്നെയാണ്. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കേണൽ ഗോദവർമ്മ രാജ തന്നെയാണ്. കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനം. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഏതാണ്? GV രാജ സ്പോർട്സ് സ്കൂൾ. തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന GV രാജ സ്പോർട്സ് സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? കേണൽ GV രാജ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കേണൽ GV രാജയാണ്. കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 1954. കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപിതമായത് 1954 കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? U ഷറഫ് അലി. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് U ഷറഫ് അലിയാണ്. സ്പോർട്സ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. സ്പോർട്സ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും കേരളമാണ്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2024 ഒളിമ്പിക് മെഡൽ ലക്ഷ്യമാക്കി കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ഒളിമ്പിയ. 2024 ഒളിമ്പിക് മെഡൽ ലക്ഷ്യമാക്കി കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പിയ. ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം ഏതാണ്? തലശ്ശേരി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് മത്സരം നടന്നത്. ഇന്ത്യയിൽ ആദ്യ ജിംനേഷ്യം സ്ഥാപിതമായ സ്ഥലം ഏതാണ്? തലശ്ശേരി. ഇന്ത്യയിൽ ആദ്യ ജിംനേഷ്യം സ്ഥാപിതമായ സ്ഥലവും തലശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം തലശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം തലശ്ശേരിയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1950. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായ വർഷം 1950. കേരളത്തിലെ കായിക വിനോദങ്ങളുടെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്. ഇത് സ്ഥാപിതമായത് 1986. കേരളത്തിലെ കായിക വിനോദങ്ങളുടെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? എറണാകുളം. 1955 എറണാകുളം ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത്. കേരളത്തിന് എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചിട്ടുണ്ട്? 7 തവണ. കേരളത്തിന് 7 തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചിട്ടുള്ളത്. ആദ്യമായി ലഭിച്ച വർഷം 1973, അവസാനം ലഭിച്ച 2022 2023 നടന്ന 76ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. 2023 നടന്ന 76ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്.
പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയാണ്. പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയം, വയനാട്. വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. കേരളം ദേശീയ ഗെയിംസിന് വേദിയായ വർഷങ്ങൾ ഏതൊക്കെയാണ്? 1987 2015. കേരളം ദേശീയ ഗെയിംസിന് വേദിയായ വർഷങ്ങൾ 1987 2015. 2015 35ാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നടന്ന കൂട്ടയോട്ട പരിപാടിയുടെ പേരെന്താണ്? റൺ കേരള റൺ. 2015 35ാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നടന്ന കൂട്ടയോട്ട പരിപാടിയാണ് റൺ കേരള റൺ. 35ാമത് ദേശീയ ഗെയിംസിൽ കൂടുതൽ വ്യക്തിഗത മെഡൽ നേടിയ മലയാളി നീന്തൽ താരം ആരാണ്? സാജൻ പ്രകാശ്. 35ാമത് ദേശീയ ഗെയിംസിൽ കൂടുതൽ വ്യക്തിഗത മെഡൽ നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? GN ഗോപാൽ. കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ GN ഗോപാലാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിൻ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിനാണ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആരാണ്? KM ബീനാമോൾ. രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജാണ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അത്ലറ്റ് KM ബീനാമോളാണ്. രണ്ടാമതായി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മലയാളി അഞ്ജു ബോബി ജോർജുമാണ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി പുരുഷ താരം ആരാണ്? PR ശ്രീജേഷ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി പുരുഷ താരം PR ശ്രീജേഷാണ്. അദ്ദേഹം ഹോക്കി താരമാണ്. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാർ. PT ഉഷയുടെ കോച്ചായ OM നമ്പ്യാറാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി. 1985 ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് അവാർഡ് കിട്ടിയത് OM നമ്പ്യാർക്കാണ്. 2023 ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി ആരാണ്? E ഭാസ്കരൻ. 2023 ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി E ഭാസ്കരനാണ്. 2021 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ആരാണ്? KC ലേഖ. ബോക്സിംഗ് താരമായ KC ലേഖയ്ക്കാണ് 2021 ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചത്. ഖേൽരത്ന അവാർഡാണ് ഇപ്പോൾ മേജർ ധ്യാൻചന്ദ് അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്സ് ആണ്. 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്സ് ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരം C ബാലകൃഷ്ണനാണ്. 1965 C ബാലകൃഷ്ണന് പർവ്വതാരോഹണത്തിന് അർജുന അവാർഡ് ലഭിച്ചത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? KC ഏലമ്മ. 1975 വോളിബോൾ താരമായ KC ഏലമ്മയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് TC യോഹന്നാനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് TC യോഹന്നാനാണ്. അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം ആരാണ്? IM വിജയൻ. അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം IM വിജയനാണ്. സംസ്ഥാനത്തെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? സ്പ്ലാഷ്. സംസ്ഥാനത്തെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. കേരളത്തിൽ വോളിബോൾ, അത്ലറ്റിക്സ്, നീന്തൽ എന്നിവയ്ക്കായി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ. കേരളത്തിൽ വോളിബോൾ, അത്ലറ്റിക്സ്, നീന്തൽ എന്നിവയ്ക്കായി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ എന്ന പേരിലാണ്. കേരളത്തിലെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേരള സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ്? APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. കേരളത്തിലെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേരള സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പാണ് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്.
കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യോഗയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? എല്ലാവർക്കും യോഗ. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യോഗയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് എല്ലാവർക്കും യോഗ. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ്? തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് തൃശ്ശൂരാണ്. കേരളത്തിൽ ആദ്യമായി ഓപ്പൺ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിൽ ആദ്യമായി ഓപ്പൺ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ച ജില്ല പാലക്കാടാണ്. ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാര്യവട്ടം. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ ടെന്നീസ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ടെന്നീസ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആശ്രാമം. കൊല്ലം ജില്ലയിലെ ആശ്രാമത്താണ് കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന ജില്ല കൊല്ലമാണ്. കേരളത്തിൽ ആദ്യ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് വട്ടിയൂർക്കാവിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് കേരളത്തിൽ ആദ്യ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ കിനലൂരിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ കിനലൂർ എന്ന സ്ഥലത്താണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ്? കല്ലുവാതുക്കൽ. കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലാണ് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കലൂർ. കൊച്ചിയിലെ കലൂരാണ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് കുറിയന്നൂരാണ്. പത്തനംതിട്ടയിലെ കുറിയന്നൂരാണ് കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്നത്. മേഴ്സിക്കുട്ടൻ അത്ലറ്റിക്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മേഴ്സിക്കുട്ടൻ അത്ലറ്റിക്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരളത്തിൽ ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് കേരളത്തിൽ ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.